ഗംഗാജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ വിശ്വാസ സമൂഹം, ജനാധിപത്യ വിശ്വാസികൾ, പ്രിയമുള്ളവർ, നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള 19ാമത് മനുഷ്യരിൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയായി ഇവിടെ നടത്തപ്പെടുന്നു. ആദ്യം തന്നെ ഏറെ സ്നേഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ നമ്മുടെ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഒപ്പം യജ്ഞ ഉദ്ഘാടനവും നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ച് നിർവഹിച്ചതായി അറിയിക്കുന്നു, ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ശ്രീമദ് ഭാഗവതം കേവലമായ ഒരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ വലിയ വഴികാട്ടിയും ശരിയായ ധർമ്മബോധം പകരുന്ന ജീവിത സന്ദേശമാണ്. ഞാനിതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചിട്ടുള്ള ആളല്ല, അത് ഗഹനമായി പഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ളതിൽ യജ്ഞാചാര്യൻ അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാതൽ എന്ന് പറയുന്നത്, ഭാഗവതത്തിന്റെ കാതൽ എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെല്ലാം ധീരമായി നേരിടാനും പരസ്പര സ്നേഹവും ലോക നന്മയും, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന കരുതലുമൊക്കെയാണ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ധർമ്മത്തിന്റെയും അതോടൊപ്പം തന്നെ അഹങ്കാരത്തിനെതിരെയും വിനയത്തിന്റെ വിജയമൊക്കെയായിട്ടാണ് ഭാഗവതത്തിലെ ഓരോ കഥകളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ 7 ദിവസത്തെ സപ്താഹയജ്ഞം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ലൗകികമായ ആകുലതകളിൽ നിന്നൊക്കെ നമ്മളെ വേർപെടുത്തി മുന്നോട്ട് നയിക്കാനും പുതിയ ചിന്തകളിലേക്ക് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടാൻ കഴിയുന്ന നിലയിലേക്ക്, നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം യജ്ഞങ്ങൾ സാധാരണയായി നടക്കാറുണ്ട്. സാധാരണയായി നടക്കുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളതാണ്. ജാതിക്ക്, മതത്തിന് അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരെയും ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന, ഒന്നിച്ചു ചേരാൻ കഴിയുന്ന, വർത്തമാനകാലത്ത് സ്വാർത്ഥതയുടെയും കൂട്ടായ്മയില്ലാതെയും പോകുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അവിടെ ഇതൊരു കൂട്ടായ്മയായി മാറുന്നു, ആ കൂട്ടായ്മ ഒരു സാഹോദര്യമായി വളരുന്നു. ആ സാഹോദര്യം വലിയ സന്ദേശം നമ്മുടെ ക്ഷേത്രമുറ്റത്ത് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ആ നിലയിലേക്കെല്ലാം ഈ സപ്താഹയജ്ഞം മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെല്ലാം മറികടക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, 21ാമത്തെ വയസ്സിൽ ചക്രകസേരയിലേക്ക് ജീവിതം പോയ ആളാണ്. കാരണം ഇനി ജീവിതമില്ല. നമ്മുടെ വൈദ്യരോഗം വിധി എഴുതി തന്നെ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം മരണപ്പെടുന്നു. കൈവിരൽ മാത്രം ഇങ്ങനെ ചലിക്കുന്നു, സംസാരിക്കാൻ ശരിയായ നിലയിൽ കഴിയാതെ ചുരുങ്ങിപ്പോയ ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് 55 വയസ്സ് വരെ പിന്നീട് ജീവിക്കുകയും മനസ്സിന്റെ ഒരു പ്രത്യേകമായ ഒരു കട്ടി കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിന് വളരെ ശക്തിയോടെ, കരുത്തോടെ ഞാൻ ഇനിയും മുന്നോട്ട് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം കണ്ടുകൊണ്ടാണ് 55 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും പ്രപഞ്ചത്തെ കുറിച്ച്, ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ ഏറ്റവും ലളിതമായി ശാസ്ത്ര മേഖലയെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റീഫൻ ഹോക്കിൻസിനെ കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ മുന്നിൽ. വിദ്യാർത്ഥികൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ പത്രം വിറ്റുകൊണ്ട് നടന്നൊരു ചെറിയ കുട്ടിയുടെ ജീവിതകാലം നമുക്ക് APJ അബ്ദുൽ കലാമിൽ വായിക്കാം. പക്ഷെ അബ്ദുൽ കലാം പിന്നീട് പറഞ്ഞത്, നിങ്ങളെ ഉറക്കാത്ത സ്വപ്നങ്ങൾ കാണാം. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷെ നിങ്ങളെ ഉറക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നതാണ്. അങ്ങനെ ഉറക്കാൻ കഴിയാത്ത സ്വപ്നങ്ങൾ നിങ്ങൾ കാണുമ്പോഴാണ്
അത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക്, ആ ആഗ്രഹത്തിലേക്ക് യാത്ര ചെയ്യാൻ, ആഗ്രഹം സഫലീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. തീർച്ചയായും ഈ സപ്താഹം അതിന്റെ എല്ലാം ഭാഗങ്ങൾ, കാരണം അത്രയെല്ലാം കാര്യങ്ങൾ ഈ ഒരു ഭാഗവതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ യജ്ഞത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് മാറി തീരാൻ കഴിയും. ഇവിടെ ഒരുപക്ഷെ A+ നേടി, ചിലപ്പോൾ A+ നേടിയില്ല. ഞാൻ പാലമേൽ ഒരു വീട്ടിൽ ഒരിക്കൽ ഒരു വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ പോയി. വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ പോയപ്പോ ആ വിദ്യാർത്ഥിയുടെ അമ്മ ഈ റാങ്ക് കിട്ടിയതിനകത്തുനിന്ന് 2 മാർക്ക് കുറഞ്ഞു പോയി 1ാം റാങ്കിലേക്ക്. അപ്പൊ അമ്മയുടെ പരിതമാണ്, എന്താണ്, എന്റെ മകൾക്ക് ആ 2 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ 1ാം റാങ്ക് എത്തുമായിരുന്നല്ലോ എന്നുള്ളതാണ്. പക്ഷെ 3ാം റാങ്ക് കിട്ടിയപ്പോൾ 3ാം റാങ്ക് കൊണ്ട് അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും 1ാം റാങ്ക് 2 മാർക്കിന് പോയതിലുള്ള പ്രശ്നമാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, റാങ്ക് മേടിക്കണം, വിദ്യാഭ്യാസം വേണം എന്നില്ല. പക്ഷെ നമ്മളൊന്ന് നോക്കിയാൽ ഈ റാങ്ക് മേടിച്ചവരെക്കാൾ കൂടുതൽ റാങ്ക് മേടിക്കാത്തവർ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ്. എബ്രഹാം ലിങ്കൻ തോറ്റ് 16 തവണ തോറ്റു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മാറുന്നത് എന്നുള്ളത്. റാങ്ക് മേടിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. പക്ഷെ റാങ്ക് മേടിച്ചവർ മാത്രമല്ല, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പതറിപ്പോയവർ ആ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് പിന്നീട് ജീവിതത്തിന്റെ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ഈ വിദ്യാഭ്യാസം എന്നുള്ളത്, A+ മേടിക്കുക എന്നുള്ളത്, ജീവിതത്തിൽ A+ മേടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളരാൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തൊട്ടപ്പുറത്ത് ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായി, ആ പ്രയാസമുണ്ടായ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ A+നൊന്നും വിലയില്ലാതായി പോകും എന്നുള്ളത് കാണണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്. എല്ലായിടങ്ങളിലും പറയാറുണ്ട്, നമ്മുടെ എല്ലാം പേരിന് അപ്പുറത്ത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരുണ്ടാവും. പക്ഷേ നമ്മുടെ നാടിന്റെ പേര് നമ്മുടെ പേരിനോടൊപ്പം എഴുതി ചേർക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളരുമ്പോഴാണ്, അല്ലെ, ആ നിലയിലേക്ക് അഭിമാനത്തോടെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടതാകുന്നത്, അല്ലെ, കൂടുതൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതൊരു മനുഷ്യന്റെ ജീവനെ രക്ഷിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നതെന്നുള്ളത്. ഈ നിലയിലെല്ലാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കഴിയട്ടെ. ഇപ്പോൾ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് ഞാൻ വായിക്കുന്ന ഒരു കാര്യം, ചൈന ആർട്ടിഫിഷ്യലായി മറ്റൊരു സൂര്യനെ സൃഷ്ടിക്കുന്നതെന്നുള്ളതാണ്. കാരണം അത്രമാത്രം ശാസ്ത്രം വളരുകയാണ്. അത് നമ്മൾ ഇപ്പൊ കാണുന്ന സൂര്യനല്ല, അണുവികരണവുമായി ബന്ധപ്പെട്ട് ഹൈഡ്രജനിൽ നിന്നും ഊർജം വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂര്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരങ്ങനെ ഒരു പ്രോജക്റ്റിന്, അങ്ങനെ ഒരു പദ്ധതി പേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും പ്രകൃതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുന്ന നിലയിലേക്ക് ബോധവൽക്കരണപ്പെടാനും ഒക്കെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് യജ്ഞാചാര്യന്റെ ഫണ്ടിൽ കൂടെ ഒരു കനാലാണ് കടന്നു പോകുന്നത്, PAP കനാൽ. എന്റെ വീടിന്റെ സൈഡിൽ കൂടെ അച്ഛൻ്റെ ഈ കനാലും കൂടെ കൊച്ചു കനാലല്ല, വലിയ കനാൽ, ഇവിടുത്തെ വലിയ കനാല്. പക്ഷെ ഈ കനാലിലേക്ക് നോക്കി അറിയാം, ഞാൻ എപ്പോഴും ഒരു ഒറ്റ കാര്യം എന്നോട് പറയുന്നത്, നമ്മളെ എങ്ങനെയെങ്കിലും ആ വേസ്റ്റ് വരുന്നതൊന്നും നിർത്താൻ കഴിയും. ഞാൻ എത്ര വിചാരിച്ചാലും ആ വേസ്റ്റ് വരുന്നത് നിർത്താൻ കഴിയില്ല. കാരണം നമ്മളെല്ലാം കൂടി നിന്നാണ് ആ കനാലിനകത്തോട്ട് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പൊ ആ യജ്ഞാചാര്യനാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നില്ല, നമ്മൾ ഈ KAP കനാലിലെ വെള്ളം തുറന്നു വിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ വിചാരിച്ചാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ, ഇവിടെ നിന്ന് വിനോദ് സാറാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇത് പരിഹരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഇത്തരം പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ നമ്മൾ തന്നെയാണ് എന്ന തിരിച്ചറിവ് കൂടി ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. ഞങ്ങളൊരു പ്രതിവിധി അതിനെ കാണുന്നുണ്ട്. പക്ഷെ പ്രതിവിധി കണ്ടാലും മറ്റൊരിടത്തിന് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ ആയാലും അങ്ങനെയാണ്. പക്ഷെ എറിയാതിരിക്കാനും ഇത്തരം നിലയിൽ പ്രകൃതിയെ മോശപ്പെടുത്താതിരിക്കാനും, ഇപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ആറ്റിലും തോട്ടിലും പുഴയിലും കുളത്തിലും ഒക്കെ നന്നായി നീന്തി കുളിച്ചിട്ടുള്ളവരൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നവരല്ല. പക്ഷെ ഇപ്പൊ പേടിയാണ്, അവിടെ പോയാൽ മൂക്കിനകത്തൂടി ഈ അമീബ തലച്ചോറിലേക്ക് ചെല്ലും,
തലച്ചോറിനകത്ത് ചെന്ന് അത് പ്രശ്നം ഉണ്ടാകും, നമ്മൾ മരണപ്പെട്ടു പോകുമല്ലോ. അപ്പോ മോനോട് പറയും, നീ വെളിയിൽ ഇറങ്ങരുത്, മണ്ണിൽ കളിക്കരുത്, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ആ നിലയിലേക്ക് നമ്മുടെ ഭൂമിയെ, നമ്മുടെ ജീവിക്കുന്ന ഈ പ്രകൃതിയെ മാറ്റപ്പെടുത്തിയത് നമ്മൾ തന്നെയാണ് എന്നുള്ളത് ഇതിന്റെ എല്ലാം ചർച്ചയുടെ കേന്ദ്രമായി ഈ സപ്താഹയജ്ഞം മാറിത്തീരട്ടെ എന്ന് പ്രത്യേകമായി ആഗ്രഹിച്ചുകൊണ്ട് പുതിയ ആശയം, പുതിയ ചിന്തകളും പുതിയ മനുഷ്യനുമായി 7 ദിവസക്കാലത്തെ ഈ സപ്താഹയജ്ഞം സമാപിക്കുമ്പോൾ നമ്മളോട് മാറിത്തീരാൻ കഴിയട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത്തരമൊരു പരിപാടി സപ്താഹയജ്ഞം ഏറ്റവും ഫലപ്രദമായി മണ്ണുശ്ശേരിയിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും ഒക്കെ വിളനിലമായി പ്രവർത്തിക്കാൻ ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലുന്നു. ഒരിക്കൽ കൂടി ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥി സുഹൃത്തുക്കളോടാണ്, നിങ്ങൾ നക്ഷത്രങ്ങളാണ്. സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ച നമ്മളെല്ലാം മാന്ത്രികങ്ങളാണ്, ഈ വിദ്യാർത്ഥികൾ മാന്ത്രികങ്ങളാണ്, നമ്മൾ ഓരോരുത്തരും മാന്ത്രികങ്ങളാണ്. ഈ നാടിന്റെ നക്ഷത്രങ്ങളായി അഭിമാനങ്ങളായി മാറിത്തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് നിർവഹിക്കുന്നതിലേക്കായി പാലമേൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സുസമ്മ ചാക്കോ അവരുടെ വളരെ ആദരവോടെ ക്ഷണിച്ചു. ഏറ്റവും ആദരണീയരെ, മണ്ണുശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ യജ്ഞം ഉദ്ഘാടനവും അവാർഡ് വിതരണത്തിന്റെയും അധ്യക്ഷപദം ഇറങ്ങിയിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ബാബു അവറുകൾ, ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് ഗ്രഹിച്ച ബഹുമാന്യനായ നമ്മുടെ MLA അരുൺകുമാർ അവറുകൾ, ഈ യോഗത്തിൽ എത്തിയിരിക്കുന്ന ബഹുമാന്യയായ ഉളവക്കാട് വാർഡിന്റെ മെമ്പറും എന്റെ സഹപ്രവർത്തകയുമായിരിക്കുന്ന ബഹുമാന്യയായ ലളിത രവി അവറുകൾ, പാലമേൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഈ യോഗത്തിന്റെ മുഖ്യ അതിഥിയുമായിരിക്കുന്ന ബഹുമാന്യനായ വിനോദ് അവറുകൾ, യജ്ഞാചാര്യൻ ബഹുമാന്യനായ ഏറ്റവും ആദരണീയനായ മറ്റ് വിശിഷ്ട വ്യക്തികളെ, യോഗത്തിൽ എത്തിയിരിക്കുന്ന വിശ്വാസികളെ, വിദ്യാർത്ഥിനികളെ, മണ്ണുശ്ശേരി അമ്പലം പല പ്രാവശ്യവും ഈ വഴി കടന്നു പോകുമ്പോൾ ഉത്സവത്തിന്റെയും സപ്താഹത്തിന്റെയൊക്കെ ബോർഡുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ ഈ വേദിയിലേക്ക് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് എത്തുന്നത്. ഈ സപ്താഹത്തിനും യജ്ഞ ഉദ്ഘാടനത്തിന്റെ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളോട് നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഈശ്വരൻ നമ്മളിൽ ഓരോരുത്തരും കുടികൊള്ളുന്നുണ്ട് എന്ന്. ഈശ്വര ചൈതന്യം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവരോട് നന്മ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മിൽ ഈശ്വരന്റെ രൂപം ഉണ്ടാകുന്നത്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈശ്വര ചൈതന്യവുമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഈശ്വര ചൈതന്യം നിലനിർത്തണമെങ്കിൽ
നന്മ പ്രവൃത്തികളിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. നന്മ ചെയ്യാതെ തിന്മയിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ പിശാച് കുടികൊള്ളുന്നതും തിന്മ പ്രവൃത്തികൾ ചെയ്യുന്നതും നമ്മളിൽ നിന്ന് ഈശ്വരൻ അകലാൻ കാരണമാകുന്നത് അപ്പോഴാണ്. ഈശ്വരൻ അകലുന്നു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഓരോ യജ്ഞവും നടത്താറുള്ളത്. ഓരോ പ്രാർത്ഥനകളും നടത്തുന്നത് നമ്മളിൽ നിന്ന് ഈശ്വരൻ അകലുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ യജ്ഞം കൊണ്ട് നമ്മുടെ നാടിനും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ദേശത്തിനുമൊക്കെ ഐശ്വര്യം ആകണമെന്നുണ്ടെങ്കിൽ ഈ യജ്ഞം പൂർണ്ണമാകണം. ഇത് യജ്ഞം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ യജ്ഞം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം സഫലമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ അവാർഡ് സ്വീകരിക്കുവാൻ വന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ജീവിത മാർഗമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ മാത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് അറിവ് നേടുക എന്നത് മാത്രമല്ല, നല്ല തിരിച്ചറിവുള്ള കുഞ്ഞുങ്ങളായി സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും, നമുക്കറിയാം ഇപ്പോൾ നേരിടുന്ന പല പ്രതിസന്ധികളും, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ട്. ആ തളർന്നു പോകുന്നതിലൂടെ നമ്മുടെ ഭവനത്തിനും നമ്മുടെ സമൂഹത്തിനും ദോഷമായിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ നടത്തുന്നത്. പെട്ടെന്ന് ഒരു ഇച്ചിരി എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേടുമ്പോൾ ഓടിച്ചെന്ന് ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മളെ വളർത്തിയ മാതാപിതാക്കളെ ഉള്ള ആ കടമ നമ്മൾ ഓർക്കണം, നമ്മുടെ സമൂഹത്തോടുള്ള കടമ നമ്മൾ ഓർക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോവുകയല്ല, കൂടുതൽ ഊർജസ്വലതയോടെ ഒരു മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നമ്മൾ കൂടുതൽ ഉത്സാഹത്തോടെ ജീവിതത്തിൽ മാർക്ക് കുറയുന്നതല്ല പ്രാധാന്യം, ജീവിത വിജയം നേടുന്നതാണ് എന്ന് ചിന്തിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഒരു മാർക്ക് കുറഞ്ഞു, MLA സൂചിപ്പിച്ചതുപോലെ 2 മാർക്ക് കുറഞ്ഞു എന്നല്ലതല്ല, 98 മാർക്ക് നീ മേടിച്ചു എന്ന് അഭിമാനിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയണം. അങ്ങനെ ജീവിത വിജയം നേടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾ ശ്രമിക്കുക. തളർന്നു പോകരുത്. തളർന്നു പോകാതെ ഈശ്വരനെ വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികൾക്കും നമുക്ക് ഈ ഈശ്വര സന്നിധിയിൽ നമുക്ക് മറുപടിയുണ്ട്. ആ മറുപടി കിട്ടുവാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം. ഇച്ചിരി പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ വരും. ആ പ്രതിസന്ധികളെ മറികടന്ന് ഈശ്വരന്റെ കരുണയോടെ ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യജ്ഞത്തിന് എല്ലാവിധമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉന്നത വിദ്യാഭ്യാസ അവാർഡാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നത്. +2 ഉന്നത വിദ്യ കരസ്ഥമാക്കിയിട്ടുള്ള 2 കുട്ടികളാണ് നമുക്ക് ഇവിടെ അപേക്ഷ നൽകിയിട്ടുള്ളത്. വിനായക് അജയ് ചന്ദ്രാലയം ഉള്ളവക്കാണ്. CSE സിലബസിന് 96.5% വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടിയാണ്. അജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനെ ചന്ദ്രാലയം താനെ അജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്മളെല്ലാം പഴയ സുഹൃത്തും നമ്മളോടൊപ്പം ഈ ക്ഷേത്രവുമായി വളരെ ബന്ധമുള്ള ഒരാളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കുട്ടി വിദേശത്താണ് പഠിച്ച് ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. 96.5% മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടിയാണ്. ഈ കുട്ടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപകാരം നൽകുന്നതിനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുസമ്മ ചാക്കോ അവരുടെ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് ഗൗതം മണ്ടിശ്ശേരി തെക്കേലിൽ ഉള്ളവക്കാർ.
ഏതാണ്ട് 90%-ഓടടുത്ത് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഗൗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണശ്ശേരിക്കട്ടിലെ വിജയന്റെ മകനാണ്. നേരത്തെ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പഞ്ചായത്തായിട്ടിരുന്നിട്ടുള്ള ആളാണ്. തുടർന്ന് നിങ്ങളെല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഗൗതം ഈ ഉപകാരം നൽകുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട MLA ശ്രീ MS അരുൺകുമാർ അവരെ ക്ഷണിക്കുകയാണ്. വിദ്യാഭ്യാസ SSLCക്ക് ഒരു A+ മേടിച്ച് ജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് നൽകുന്നതിനായി നമ്മുടെ വാർഡ് മെമ്പറായ ലളിത രവി അവരുടെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. മണ്ണശ്ശേരി ക്ഷേത്രത്തിലെ 19ാമത് സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ മണ്ണശ്ശേരി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ബാബു ജോൺ അവറുകൾ, സെക്രട്ടറി ഈ സദാശിവൻ അവറുകൾ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മാവേലിക്കരയിലെ പ്രിയങ്കരനായ MLA MS അരുൺകുമാർ അവറുകൾ, വിദ്യാഭ്യാസ ധർമ്മം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പാലന ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി സുസമ്മ ചാക്കോ അവറുകൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് അവറുകൾ, വിശിഷ്ട വ്യക്തികളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മണ്ണശ്ശേരി ക്ഷേത്രത്തിൽ നടക്കുന്ന 19ാമത് സപ്താഹം ആണിവിടെ നടക്കുന്നത്. ഈ സപ്താഹ യജ്ഞം ഈ നാട്ടിലെ ജനങ്ങൾക്കും ഈ ആബാലവൃദ്ധ ജനങ്ങൾക്കും പ്രയോജനപ്രദമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. കാരണം നിരന്തരം നമ്മൾ ഓരോ ദിവസവും അറിയുന്ന വാർത്തകൾ, നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പത്രങ്ങളിൽ വരുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ ഈ യജ്ഞം സഹായിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അവാർഡുകൾ നേടുന്ന വിദ്യാർത്ഥികൾ, മിടുക്കരായ വിദ്യാർത്ഥികൾ ഈ നാടിൻ്റെ ഒരു സംരക്ഷകരായിട്ട് തന്നെ മാറണമെന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരു വിദ്യാർത്ഥിയും ഒരു നല്ല നിലയിൽ എത്തിക്കണം, നല്ല നിലയിൽ അവരുടെ ഭാവി ഉയർത്തണമെങ്കിൽ അവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇതിനെല്ലാം ഈ സപ്താഹയജ്ഞത്തിലൂടെ അവർക്ക് കഴിവ് ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവിധ ആശംസകളും ഈ സപ്താഹത്തിന് നൽകുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളെയാണ് വിളിക്കുന്നത്. ശ്രേയ സുരേഷ് PFC വാർഡിന് നമുക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. കുട്ടിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രേയ സുരേഷ് PFC വാർഡ്. അനന്യ രാജ് മറ്റപ്പള്ളി. അനന്യ രാജ് മറ്റപ്പള്ളി. അടുത്തതായിട്ട് അഭിഷേക് P അട്ടപ്പള്ളി. അഭിഷേക് P അട്ടപ്പള്ളി.
അടുത്തായിട്ട് അക്ഷയ് പാവുപ്പാട്. അക്ഷയ് പാവുപ്പാട്. അടുത്തത് നിരഞ്ജന പ്രദീപ് ഉളവക്കാട്. നിരഞ്ജന പ്രദീപ് ഉളവക്കാട്. ഉപകാരം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട രത്നാചാര്യൻ അവരാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മഹിനത്ത് രജി ആക്കിനാട്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ എംഎൽഎ ഉപഹാരം നൽകുന്നതാണ്. അടുത്തതായിട്ട് ആനന്ദ് അരവിന്ദം ഉളവക്കാട്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ അടുത്ത ബന്ധുവുമായിട്ടുള്ള ശ്രീ വിനോദ് അവരുടെ ക്ഷണിക്കുകയാണ് ഉപകാരം നൽകുന്നത്. മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ മുൻ വാർഡ് മെമ്പറും പാലവി പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീ വിനോദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ ബാബുചേരൻ, സ്വാഗതം ആശംസിച്ച നമ്മുടെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന ശ്രീ വി ചന്ദ്രശേഖരൻ, ബഹുമാന്യായ നമ്മുടെ എംഎൽഎ ശ്രീ എം.എസ്. അരുൺകുമാർ, വരുന്ന 7 ദിവസക്കാലം നമ്മുടെ ഈ സപ്താഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനിയ യജ്ഞാചാര്യ ശ്രീ കല്ലിക്കൽ ഗാന്ധി, ബഹുമാനിയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുസർണ ചാക്കോ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലളിതാദേവി, അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റി, ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി അംഗീകാരമായിട്ടുള്ള ശ്രീ ആർ ദാരിച്ചേട്ടൻ, വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സുജാത രാജൻ, ശ്രീ സുപ്രിയ ശ്രീകുമാർ, വനിതാ കമ്മിറ്റി കോർഡിനേറ്ററും ഇവിടെ ശക്തി നിർഭരമായി നമ്മുടെ ഈ ചടങ്ങിന് തുടക്കം കുറിച്ചിട്ടുള്ള ശ്രീമതി രാധാവിട്ടുള്ള ശ്രീ എസ്. ശ്രീകുമാർ അടക്കം ഇവിടെ ഉന്നത വിജയം കരസ്ഥമാക്കി ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭക്തജന അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, 1-2 വാക്കുകൾ പറഞ്ഞ് ഈ മംഗളകരമായ ചടങ്ങിന് ആശംസ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലമായി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായി വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഈ സപ്താഹയജ്ഞം നടത്തി വരികയാണ്. 19ാമത് സപ്താഹയജ്ഞമാണ് നമ്മുടെ ഈ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പുണ്യമായ ഈ ഭൂമിയിൽ ബഹുമാനപ്പെട്ട എംഎൽഎ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെ എംഎൽഎ സൂചിപ്പിച്ചതുപോലെ ഭാഗവത സപ്താഹയജ്ഞത്തെ സംബന്ധിച്ച് വളരെ ആഴത്തിലറിവുള്ള യജ്ഞാചാര്യനുണ്ട്. വളരെ 7 ദിവസക്കാലം അദ്ദേഹത്തിന് ലഭ്യമായ അറിവുകൾ പ്രഭാഷണങ്ങളിലൂടെ നമ്മുടെ നാടിനെ ജനതയ്ക്ക് പകർന്നത് കേവലം ഭാഗവതം ഒരു വിശ്വാസത്തിന്റെ മാത്രം പരിമിതികൾക്കൊക്കെ തോന്നുന്നു നിൽക്കുന്നതൊന്നല്ല. എംഎൽഎ സൂചിപ്പിച്ചതുപോലെ
വിശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട് മനുഷ്യൻ. നല്ല മനുഷ്യന്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മനുഷ്യനെ, പരസഹായിയായ മനുഷ്യനെ, അമിതമാഗ്രഹമില്ലാത്ത മനുഷ്യനെ, അങ്ങനെ നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള എല്ലാ നല്ല വശങ്ങളും ഇത് കഥകളുടെ കേവല രൂപം എന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുത്തി നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പൊരുത്തപ്പെടുത്തി നമ്മുടെ ഈ പ്രഭാഷണങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ ഇവിടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നിലനിൽക്കുന്ന പല പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വിദ്യാർത്ഥികളടക്കം അനുമോദിക്കുകയാണ്. അവർക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരുന്ന നാളുകളിൽ ഇതിലും മികച്ച വിജയം നൽകാൻ വേണ്ടി അവർക്കുള്ള ഒരു അഭിനന്ദനം, ഒരു പ്രേരണയാണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ തലമുറയ്ക്ക് തങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നീറ്റ് പരീക്ഷയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് അലയടിക്കുകയാണ്, അനുകൂലമായും പ്രതികൂലമായും. ഏകദേശം 22ഓളം വിദ്യാർത്ഥികൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ 20 വയസ്സ് തികയാത്ത വളരെ വലിയ പ്രതീക്ഷയോടുകൂടി ഓരോ രക്ഷകർത്താക്കൾ വളർത്തിക്കൊണ്ടുവന്ന 22ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്ത് ആ നീറ്റ് പരീക്ഷയായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളിൽ മനംകൊണ്ട് ആത്മഹത്യ ചെയ്തു. തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇത് അവസാനത്തെ അവസരമല്ല, വീണ്ടും നമുക്ക് നമ്മുടെ മുന്നിൽ നിരവധി അവസരങ്ങളുണ്ടെന്നുള്ള ചിന്ത, അതിന് പ്രാമുഖ്യം കൊടുക്കാനാകാതെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ഒക്കാതെ നിമിഷ നേരത്തെ ഒരു തെറ്റായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജീവൻ വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ട 22 കുട്ടികൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ നമുക്കിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കടലിലെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉയർന്നു പോകുന്ന തിരമാലകൾ പോലെയാണ് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും നിരാശയായാലും നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഉയർന്നു പോയി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് ഒരു അവസാനമില്ല. ദൈനംദിനം ഇത്തരം കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് നമ്മൾ സ്വയം ചിന്തിക്കപ്പെടും. ആരാണ് ഉത്തരവാദി എന്ന് ചിന്തിച്ചാൽ നമ്മൾ 7 ദിവസക്കാലം ഭക്തിയോടെ വിശ്വാസത്തോടെ ആരാധിക്കുന്ന നമ്മുടെ ദൈവങ്ങളൊന്നല്ല. അവരാണ് അതിന്റെ കുറ്റക്കാർ. കൂടുതൽ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴല്ല, ഇതര കുറ്റങ്ങളെല്ലാം അതിന് പൂർണ്ണ ഒരു ബഹുഭൂരിപക്ഷം കാരണക്കാരും നമ്മൾ തന്നെയാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 18 വർഷക്കാലവും ഈ സപ്താഹത്തിലൂടെ നമുക്ക് നല്ലൊരു മനുഷ്യനായി രൂപപ്പെടേണ്ട ഭക്തിക്കപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന യജ്ഞാചാര്യന്മാരാണ് നമുക്ക് ഈ സപ്താഹങ്ങളെല്ലാം എത്തിയിട്ടുള്ളത്. ഇവിടെയും ബഹുമാനപ്പെട്ട എംഎൽഎ സൂചിപ്പിച്ചു, നമ്മുടെ യജ്ഞാചാര്യൻ ഭക്തിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയ മേഖലയെ സംബന്ധിച്ച്, പരിസ്ഥിതിയെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന നമ്മുടെ പുതിയ തലമുറയെ ബാധിക്കുന്ന വലിയൊരു വിപത്താണ് മയക്കുമരുന്നടക്കമുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ ഗവൺമെന്റ് അതിശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, തൂഫാൻ എന്ന പേര് കൊടുത്തു. ഇത്തരം മൂല്യച്യുതികളെ എല്ലാം സംബന്ധിച്ച് നമുക്ക് നല്ല ദിശാബോധം നൽകുന്ന ഒരു സപ്താഹമായി വരുന്ന ദിനങ്ങൾ ഈ സപ്താഹം മാറിത്തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ വലിയ കാറ്റിലും കോളിലുമെല്ലാം ദിശാബോധം തെറ്റി അലഞ്ഞു നടക്കുന്ന തോണിയെ പോലെയാണ്, കടലിൽ അലഞ്ഞു നടക്കുന്ന തോണിയെ പോലെയാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കേണ്ടത്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് നല്ല മനുഷ്യരായി തീരാൻ ഈ സപ്താഹ ദിനങ്ങൾ അതിലൂടെ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ടെൻഷനാണ്. സപ്താഹം തുടങ്ങുമ്പോൾ നമ്മുടെ ക്ഷേത്രഭാരക്കാരുടെ ടെൻഷനാണ്. ഓരോ 7 ദിവസം എങ്ങനെ കടന്നുകൂടും എന്നാണ് ടെൻഷൻ. ഇപ്പൊ ഒരു പോലീസ് ജീപ്പ് പറഞ്ഞുകൊണ്ട് നിന്നത് ഇന്നപ്പോ തന്നെ ടെൻഷനായി. അപ്പൊ അത്തരം പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ ഈ ഭരണസമിതിക്കുണ്ട്, ഇവരുടെ പ്രവർത്തകർക്കുണ്ട്.
എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നല്ല നിലയിൽ മുൻകാലങ്ങളിലെ പോലെ ഈ സപ്താഹവും വിജയിക്കുന്നതിന് എല്ലാവരും പിന്തുണ ഉണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സപ്താഹത്തിൽ പങ്കെടുത്തപ്പോൾ ഇവിടെ സദാശിവൻ ചേട്ടൻ പറഞ്ഞ പ്രശ്നം റോഡിന്റെ ആയിരുന്നു. ആ റോഡിന്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടില്ല. ഒരു 10 ലക്ഷം രൂപയുടെ പഞ്ചായത്ത് ഇതിനു വേണ്ടി വക കൊണ്ടിച്ചിട്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് സമിതി അതിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാൽ നമുക്ക് അതിന്റെ സൈഡ് പോക്കറ്റ് ചെയ്യുന്ന അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ വാർഡ് മെമ്പറും ഈ സപ്താഹ ഈ ദിനത്തിൽ തുടക്ക ദിനത്തിൽ ഇവിടെ ഉണ്ട്. അവരുടെ ഒരു ഗൗരവമായ ഇടപെടലുണ്ടെങ്കിൽ അതുകൂടെ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടെ അവരെ ഈ അവസരത്തിൽ എല്ലാ പ്രാവശ്യം എന്നെ സദാശിവൻ ഓർമ്മിപ്പിക്കുന്ന പോലെ ഞാൻ സദാശിവൻ പറഞ്ഞൊരു കാര്യം അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ ഈ അവസരം ഓർമ്മപ്പെടുത്തിയാൽ നമുക്ക് ആ പ്രശ്നത്തിലൂടെ പരിഹാരമാകും. അങ്ങനെ നമുക്ക് നല്ല ഒരു നാട് സൃഷ്ടിക്കാൻ വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന നമ്മുടെ എം എൽ എ സൂചിപ്പിച്ച ജാതി മത ചിന്തകൾക്കപ്പുറത്തേക്ക് മനുഷ്യരെ എല്ലാം ഒന്നായി കാണുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആദർശം ഉയർത്തിപ്പിടിക്കത്തക്ക ഒരു പൊതു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അടക്കമുള്ള മനസ്സ് ഓർപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ചടങ്ങ് സപ്താഹ ദിനങ്ങൾ ആരംഭിക്കട്ടെ ഒരിക്കൽ കൂടി ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വനിതാ കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ഭരണസമിതിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ അവരുടെ വളരെ ആദരവോടെ ക്ഷണിച്ചിട്ടുണ്ട്. ബഹുമാനിയെ 19ാം നടക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിന്റെ സപ്താഹത്തിന്റെ അനുബന്ധമായി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ഈ ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ് ബാബു, സെക്രട്ടറി സദസ്യങ്ങൾ, പിന്നെ നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മാവേലിക്കരയുടെ പ്രിയങ്കരനായ MLA ശ്രീ MS അരുൺകുമാർ, നമ്മുടെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്ത പാർലമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുസമ്മ ചാക്കോ, ഉന്നത വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്ത ശ്രീമതി ലളിത രവി, നമ്മുടെ വാർഡ് മെമ്പർ, പിന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ ഇരിക്കുന്ന ശ്രീ വിനോദ് അവർ, പിന്നെ ഇവിടെ ആശംസകൾ അറിയിച്ച വനിതാ കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ഭരണസമിതിയുടെ അംഗങ്ങൾ, പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ക്ഷേത്ര ഭരണസമിതിയുടെ കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. യോഗം പിരിച്ചുവിട്ടു എങ്കിലും നമ്മുടെ ആചാര്യന്റെ പ്രഭാഷണമുണ്ട്. അതിന്റെ എല്ലാവരും ശരീരം ഇവിടെ തന്നെ കാണണം. അദ്ദേഹത്തിന്റെ പ്രഭാഷണം എല്ലാവരും ശ്രമിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നമ്മളൊരു വളരെ പെട്ടെന്ന് തന്നെ ശരിക്കും പ്രമാഹത്തെ പ്രഭാഷണം പറയുക നമ്മളൊരു സമ്പ്രദായമാണ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ അതിന്റെ വൈകിലല്ല, നമുക്കറിയാം സമയമായി എല്ലാവർക്കും പോകാൻ ബുദ്ധിയും കാണും. നമ്മൾ വളരെ നീട്ടുന്നില്ല, പക്ഷെ അതിനൊരു തടങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് ആ പ്രഭാഷണം പറയുക. അപ്പൊ അതിന് എല്ലാവരും സമാധാനമായിട്ടിരുന്ന് ഒരു 10-20 മിനിറ്റ് തരണം എന്ന പ്രത്യേകത ഇതുമായിട്ട് അപേക്ഷിക്കുക.